പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 104% ഉയർത്തി യുഎസ്. ഇന്നു മുതൽ പുതുക്കിയ തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേസമയം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക ഇറക്കുമതി തീരുവ ചുമത്തിയാൽ യുഎസിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ചൈന ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ ചുമത്താനുള്ള തീരുമാനം 24 മണിക്കൂറിനകം പിൻവലിച്ചില്ലെങ്കിൽ ചൈനയ്ക്കുള്ള പകരച്ചുങ്കം 104% ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു. മുൻപ് ചുമത്തിയ 20%വും ഈ മാസം 2-ന് പ്രഖ്യാപിച്ച 34%വും ഉൾപ്പെടെ 54% ചൈനയ്ക്കുണ്ടായിരുന്ന ഇറക്കുമതി ചുങ്കം. ഇതിനൊപ്പം 50% കൂടി ചുമത്തിയാണ് ട്രംപ് ഭരണകൂടം വ്യാപാര യുദ്ധത്തിൽ ചൈനയെ അടിച്ചിരിക്കുന്നത്. ചൈന പ്രതികാരത്തോടെയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചത്. അത് തെറ്റായിരുന്നു. ചൈന അതിൽ നിന്ന് പിൻവാങ്ങിയാൽ ട്രംപ് ദയ കാണിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു. അതേസമയം അമേരിക്കൻ താൽപര്യങ്ങൾ മുൻനിർത്തിയാകും ചർച്ചകളെന്നും അവർ കൂട്ടിച്ചേർത്തു. 70ഓളം രാജ്യങ്ങൾ താരിഫ് ചർച്ചകൾക്കായി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ലോകത്തിന് അമേരിക്കയുടെ ആവശ്യമുണ്ടെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കം രാജ്യത്തെ മത്സ്യമേഖലയെ പിടിച്ചുലയ്ക്കുമ്പോൾ ഉഭയകക്ഷി ചർച്ചയ്ക്കായി സമ്മർദ്ദം കൂടുകയാണ്. ഇതിനായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർ ഡൽഹിയിൽ ചർച്ച തുടങ്ങി. രാജ്യത്തിന് പ്രതിവർഷം 60,000 കോടിയോളം രൂപ നേടിത്തരുന്ന മത്സ്യോൽപ്പന്ന കയറ്റുമതി തകർന്നാലുള്ള ഗുരുതര സാഹചര്യമാണ് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുന്നത്. ഇതിനിടെ സംസ്ഥാനത്ത് ചെമ്മീൻ വില കുറഞ്ഞു. പകരച്ചുങ്കം വാർത്ത വന്നതോടെയാണ് പൊതുവെ കുറഞ്ഞു നിന്ന വില വീണ്ടും കുറഞ്ഞതെന്ന് ബോട്ടുടമ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് സേവ്യർ കളപ്പുരയ്ക്കൽ പറഞ്ഞു. നാരൻ ചെമ്മീന് കിലോയ്ക്ക് 250 രൂപയാണ് ഇപ്പോൾ. ഈ സമയത്ത് 500 രൂപയോളം കിട്ടാറുണ്ട്. 34.26% തീരുവയാണ് ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യോൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടെ അവിടെ വില കൂടും. ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ കിലോയ്ക്ക് $6 മുതൽ $7 ഇപ്പോൾ അവിടെ കിട്ടുന്നത്. തീരുവ കൂടുമ്പോൾ അത് $8 മുതൽ $9 കടക്കും. ആളുകൾ ഉപഭോഗം കുറയ്ക്കുകയോ മറ്റു മീനുകളിലേക്ക് മാറുകയോ ചെയ്യാം.